भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 850 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 22 അധ്യായത്തിൽ 45 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതോടൊപ്പം നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഈ വരുന്ന ഡിസംബർ 5 വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഈ യജ്ഞം ആരംഭിക്കുന്നത്. ഒറ്റപ്പാലം പാലക്കാട് റോഡിൽ ആണ് ഈ ക്ഷേത്രം. റോഡിൻ്റെ അരികിൽ തന്നെയാണ് ഈ ക്ഷേത്രം. ഇത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഈ പ്രദേശത്തിനടുത്തുള്ള ശ്രോതാക്കൾ താല്പര്യമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാം എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും ഈ വിവരം അറിയിക്കുന്നത്. ഭഗവത് ഉപദേശം, ഉദ്ധവനുള്ള ഉപദേശം തുടരുകയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അവിടെ ഭഗവാൻ പറയുന്നു, മാ സ്വസ്യ കർമ്മബീജേന ജായത്തെ സോപ്യയം പുമാൻ മ്രിയത്തെ വാമരോ ഭ്രാന്ത്യ യഥാഗ്നിർദാരു സംയുത. സ്വസ്യ കർമ്മബീജേന, തൻ്റെ കർമ്മബീജം കൊണ്ട്, കർമ്മമാകുന്ന വിത്ത് കൊണ്ട്, അയം സ അമരഹ പുമാൻ അപി, ഈ ആ മരണരഹിതനായ ജീവനും, അമരഹ പുമാൻ അപി, മാ ജായത്തെ ജനിക്കുന്നില്ല, നമ്രിയത്തെ മരിക്കുന്നുമില്ല, ദാരുസംയുത മരത്തിൽ പിടിക്കപ്പെട്ട അഗ്നി എന്നതുപോലെ, ഭ്രാന്തിയ ആ ഒരു ഭ്രാന്തി കൊണ്ട് തോന്നുന്നതാണ്. മുൻപറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ ഇപ്പം ഇവിടെ പറയുകയാണ്, ജനന മരണം എന്നുള്ളത് ദേഹത്തിൻ്റെ ധർമ്മമാണ്, ആത്മാവിൻ്റേതല്ല.
ജനിക്കാനും മരിക്കാനുമുള്ള കാരണം കർമ്മമാണ്. ദേഹഗതമായ ജനന മരണത്തെ ശരീരാഭിമാനിയായ ജീവൻ തൻ്റേതാണ് എന്ന് വിചാരിക്കുന്നു. ഇത് യഥാർത്ഥമായിട്ടുള്ള ധാരണയല്ല എന്നാണ്. പുതിയ ദേഹം സ്വീകരിച്ചപ്പോൾ ജീവൻ ജനിച്ചുവെന്നും ആ ദേഹം നശിച്ചപ്പോൾ ജീവൻ മരിച്ചുവെന്നും കരുതുന്നു. സത്യത്തിൽ ജീവനല്ല ജനിച്ചതും മരിച്ചതും ദേഹമാണ്. ദേഹം നശിച്ചപ്പോൾ ജീവൻ നശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അവിവേകം കൊണ്ടാണ് ഇങ്ങനെ. അഗ്നി എപ്പോഴും ഉണ്ട്, ഇല്ലേ? മഹാഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി. വിറകിൽ ചേർന്ന് കത്തുമ്പോൾ അഗ്നി ഉണ്ടായി എന്നും വിറക് കത്തിക്കഴിഞ്ഞാൽ അഗ്നി ഇല്ലാതെയായി എന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്. പരമാർത്ഥത്തിൽ ജീവന് ജനനമില്ല, അതുകൊണ്ട് തന്നെ മരണവുമില്ല. നിഷേക ഗർഭജന്മാനീ ബാല്യ കൗമാര യൗവനം വയോമധ്യം ജരാമൃത്യുരിത്യവസ്ഥാസ്തനോർണവ. നിഷേക ഗർഭജന്മാനി, ഗർഭത്തിലേക്ക് പ്രവേശം, അവിടെ വലുതാവുക, ജനനം, ഇതൊക്കെ, അല്ലെങ്കിൽ ബാല്യ കൗമാര യൗവനം, ബാല്യം, കൗമാരം, യൗവനം, മധ്യം വയ, ആ മധ്യവയസ്സ്, ജര, വാർദ്ധക്യം, മൃത്യു, മരണം, ഇതി തനോ നവ അവസ്ഥ. ശരീരത്തിനുള്ള 9 അവസ്ഥകളാണിത്. ശരീരത്തിലുള്ള അവസ്ഥകൾ: ഗർഭത്തിലേക്ക് പ്രവേശിക്കുക, അവിടെ കിടന്ന് വളരുക, ജനനം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം, മരണം. ഈ 9 അവസ്ഥകളിലൂടെയാണ് കടന്നു പോവുക കാലഗതി അനുസരിച്ച്. അപ്പോൾ 5 വയസ്സുവരെയുള്ള അവസ്ഥയ്ക്ക് ബാല്യമെന്നും, 5 കഴിഞ്ഞാൽ 6 മുതൽ 16 വയസ്സ് വരെ കൗമാരമെന്നും, 16 കഴിഞ്ഞാൽ യൗവനം എന്നും പറയുന്നു. പിന്നെ യൗവനം കഴിഞ്ഞ് 60 വയസ്സ് വരെ, 50 വയസ്സ് വരെയാണ് യൗവനം എന്നാ പറയുക. നമ്മളൊക്കെ യുവാവ് 50 വയസ്സുള്ള ആളെയൊന്നും പറയാറില്ല. പിന്നെ 60 വരെ മധ്യമ വയസ്സ്, 60 കഴിഞ്ഞാൽ വാർദ്ധക്യം, ഷഷ്ട്യബ്ദപൂർത്തി കഴിഞ്ഞാൽ വാർദ്ധക്യം എന്നാണ്. ഇതാണ് ഈ രീതിയിൽ മനുഷ്യന്റെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ മരണം. ഏതാ മനോരഥമയീർ ഹ്യന്യസ്യോച്ചാവചാസ്തനു ഗുണസംഗാതുപാദത്തെ കൊച്ചിൽ കശ്ചിൽ ജഹാതിച്ച. അന്യസ്യ മനോരഥമയി, അന്യന്റെ മനോവികാരം കൊണ്ട് പ്രാപ്തമായ ഉച്ചാവച, പലതരത്തിലുള്ള ഏതാതനു, ഈ അവസ്ഥകളെ ഗുണസംഗാത് കശ്ചിൽ ഉപാദത്തെ, ഗുണത്തോടുള്ള ചേർച്ച കൊണ്ട് ഒരുവൻ സ്വീകരിക്കുന്നു. കൊച്ചിൽ, ഒരിക്കൽ, ജഹാതിച്ച, ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ദേഹാധ്യാസം കൊണ്ടാണ് ആത്മാവിന് ജനന മരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത്. ദേഹത്തിന് ഈ അവസ്ഥാഭേദങ്ങൾ മാനസിക വികാരം കൊണ്ടുണ്ടായതാണ്. ദേഹത്തിൽ ബലമായ അധ്യാസം കൊണ്ട് ജീവൻ ദേഹം തന്നെയാണ് താൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ദേഹാവസ്ഥകളെ ഗുണസംഗം കൊണ്ട് തൻ്റെ അവസ്ഥകളായിട്ട് വിചാരിക്കുന്നു. ഈശ്വരകാരുണ്യം കൊണ്ട് എപ്പോഴാണോ ശരീരാഭിമാനം നഷ്ടപ്പെടുന്നത്, ജീവന്റെ ഈ മോഹവും നശിക്കുന്നു. ഈ ഒരു ബുദ്ധി ഉറയ്ക്കാൻ, അത് നിലനിൽക്കാൻ, ഉറപ്പിക്കാൻ, അതിനാണ് ഗുരു സന്ദർശനം. കാലം അനുകൂലമായി കഴിഞ്ഞാൽ ഇത്തരം ഗുരുനാഥന്മാരുമായിട്ടുള്ള സന്ദർശനം ഉണ്ടാവും. അപ്പോൾ ഈശ്വര കാരുണ്യമായി എന്ന് പറയാം. ആത്മന പിതൃപുത്രാഭ്യാമനുമേയോ ഭവാപ്യയോ ന ഭവാപ്യേ വസ്തൂനാം അഭിജ്ഞോ ദ്വയലക്ഷണ. പിതൃപുത്രാഭ്യാം, അച്ഛനും മക്കളും, ആത്മനഹ, തൻ്റെ, ഭവാപ്യയോ, ജന്മമരണങ്ങൾ, അനുമേയോ, അനുമാനിക്കാൻ യോഗ്യങ്ങൾ, ഭവാപ്യേ വസ്തൂനാം, ജനിച്ചു നശിക്കുന്ന വസ്തുക്കളുടെ, അഭിജ്ഞ, ദ്രഷ്ടാവ്, ദ്വയലക്ഷണ, 2 അവസ്ഥകളുള്ളവൻ അല്ല എന്നാണ്. എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പം ജനന സമയത്തും മരണസമയത്തും ദേഹസ്മരണ ഇല്ലാത്തത് കൊണ്ട് ജനന മരണങ്ങൾ ദേഹത്തിന് പിന്നെ എങ്ങനെയാണ് ഉണ്ടാവണത് എന്നാണെങ്കിൽ, തൻ്റെ പിതാവിന് ശ്രാദ്ധാദി കർമ്മങ്ങൾ, തൻ്റെ മകന് ജാതകർമാദി കർമ്മങ്ങൾ നടത്തുന്നത് പോലെ തൻ്റെ പിതാവും പുത്രനും ചെയ്യാനും അവകാശമുണ്ട് എന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? നമുക്കും ഇതുപോലെ മരണം ഉണ്ടാവും, അതേപോലെ ഒരു ജനനവും ഉണ്ടാവും. അപ്പൊ ഈ ദേഹത്തിനുള്ള ധർമ്മത്തെ ആത്മാവ് എപ്പോൾ അറിയണോ അപ്പോഴാണ് യഥാർത്ഥമായ അറിവ്. ജനന മരണങ്ങൾ ആത്മാവിനില്ല എന്ന് ബോധ്യം വരണം. തരോർ ബീജവിപാകാഭ്യാം യോ വിദ്വാൻ ജന്മസംഖ്യവോ
തരോർ വിലക്ഷണോ ദ്രഷ്ട ഏവം ദ്രഷ്ട തനോ പൃഥക്. ബീജവിഭാഗാഭ്യാം വിത്തിന്റെ പരിണാമത്തിൽ തരോ മരത്തിന്റെ ജന്മസംയമവും ജന്മവും നാശവും വിദ്വാൻ അറിവുള്ള ദ്രഷ്ട സാക്ഷി യാതൊരുവനോ സ അവൻ തരോ വിലക്ഷണ ആ വൃക്ഷത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. പൃഥക്ക് ആ വിലക്ഷണനുമാണ്, പൃഥക്കുമാണ്, വേറിട്ടവനുമാണ്, ഭേദിച്ചവനുമാണ്. ഇതേപോലെ തനോ ദ്രഷ്ട ഈ തരുവിൻ്റെ ദ്രഷ്ടാവായിട്ടിരിക്കുന്ന നമ്മൾ തനുവിൻ്റെ ദ്രഷ്ടാവുമാണെന്ന് പറയുന്നത്. വിത്ത് കുഴിച്ചിട്ടു, മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാവണു? വിത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും. എന്നിട്ടോ മുള ഉണ്ടായി വൃക്ഷമായി പൂത്ത് കായ്ച്ച് കുറെ കഴിയുമ്പോൾ അത് നശിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ അവസ്ഥയും ഇതുപോലെയാണ് എന്ന് മനസ്സിലാവും. ശരീരത്തിൽ നിന്ന് ഭിന്നനായി ഈ അവസ്ഥകളില്ലാത്ത നിത്യസാക്ഷിയാണ് താൻ, ആത്മാവാണ് താൻ എന്ന ബോധ്യത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ജന്മാദി വികാരങ്ങൾക്ക് അധീനനല്ലാതെയായി തീരും എന്ന് പറയുന്നു. പ്രകൃതേരേവമാത്മാനം അവിവിച്യാബുധ പുമാൻ തത്വേന സ്പർശസമ്മൂഢ സംസാരം പ്രതിപദ്യത്തെ. ഏവം പ്രകൃതേ ആത്മാനം അവിവിച്യ ഇത്തരത്തിൽ പ്രകൃതിയിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാതെ അബുധ ബുദ്ധിയില്ലാത്തവൻ, അറിവില്ലാത്തവൻ, തത്വേന പരമാർത്ഥ ബുദ്ധിയോടുകൂടി സ്പർശസമ്മൂഢ വിഷയാസക്തനായി സംസാരം പ്രതിപദ്യത സംസാരത്തെ പ്രാപിക്കും. വിവേകികൾക്ക് സംസാരബന്ധം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വിവേകികൾക്കോ സംസാരബന്ധമുണ്ട്. കാരണം എന്താ? പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ടായ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. ശബ്ദാദി വിഷയസുഖങ്ങൾ പരമാർത്ഥമാണ് എന്ന് ധരിക്കുമ്പോൾ അതിൽ ആസക്തി ഉണ്ടാവുകയും ആ ആസക്തിയിലൂടെ ദുഃഖമുണ്ടാവുകയും സംസാര ബന്ധനത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. സത്വസംഗാദൃശീൻ ദേവാൻ രജസ അസുരമാനുഷാൻ തമസാ ഭൂതതിര്യക്തം ഭ്രാമിതോ യാതി കർമ്മഭി. സത്വസംഗ സത്വഗുണത്തിൻ്റെ ചേർച്ച കൊണ്ട് കർമ്മങ്ങളിൽ ഭ്രമിക്കപ്പെട്ട ഒരാള് ഋഷീൻ ദേവാൻ യാതി മഹർഷിമാരെയോ ദേവന്മാരെയോ ഒക്കെ പ്രാപിക്കുന്നു. രജസ രജോ ഗുണം കൊണ്ടോ ആസുരമാനുഷാൻ അസുരന്മാരായോ മനുഷ്യരായോ പ്രാപിക്കുന്നു. തമസ തമോ ഗുണം കൊണ്ട് ഭൂതതിര്യക്തം പിശാചുക്കളായോ വൃക്ഷാദികളായോ മാറുന്നു. സംസാരബന്ധം എങ്ങനെയാണ്? ജീവന്മാരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓരോരോ ദേഹങ്ങൾ എടുക്കേണ്ടി വരുന്നു. സത്വാദി ഗുണങ്ങളുമായിട്ടാണ് ചേർച്ച എന്നുണ്ടെങ്കിൽ അവർ മഹർഷിമാരോ ദേവന്മാരോ ഒക്കെയായി മാറുന്നു. അങ്ങനെ ഗുണങ്ങളിൽ സത്വാദികൾക്ക് ക്രമം ആ അഭിവൃദ്ധി വരുമ്പോൾ അങ്ങനെയാണ്. സത്വഗുണത്തിൽ ആസക്തി വർദ്ധിപ്പിക്കുമ്പോൾ ശമാദി ഗുണങ്ങൾ വർദ്ധിക്കും. സൽക്കർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടാവും. അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നല്ലതാണെന്ന് പറഞ്ഞതുപോലെ ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ജീവൻ അടുത്തതായി ഋഷികളുടെയോ ദേവന്മാരുടെയോ ഒക്കെ ആ ശരീരത്തിലേക്ക് മാറും. അപ്പോൾ അവരൊക്കെ ദേവന്മാരോ ഋഷികളോ ആവും. ഇത് സത്വഗുണത്തിൻ്റെ കാര്യമാണ്. എന്നാൽ രജോ ഗുണത്തിലോ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ വിഷയങ്ങളിൽ ആഗ്രഹം ഉണ്ടാവും. രജോ ഗുണത്തിൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ വിഷയങ്ങളിൽ ആഗ്രഹം ഉണ്ടാവുമ്പോഴോ അത് പൂർത്തീകരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യും. വിഷയങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഇത്തരം രജോ ഗുണ ആധിക്യമുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവർ അസുരന്മാരായോ മനുഷ്യരായോ മാറും. സത്വഗുണവും രജോ ഗുണവും പറഞ്ഞു. ഇനി അടുത്തത് തമോ ഗുണമാണ്. തമോ ഗുണം വർദ്ധിക്കുമ്പോഴോ അപ്പോൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ. തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് മടി, അറിവില്ലായ്മ, ദുഃഖം ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങളിൽ താല്പര്യം വരും. അങ്ങനെ ആ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ അവരൊക്കെ പിശാചുക്കളോ അല്ലെങ്കിൽ തിര്യക്കുകളോ മരങ്ങളോ വൃക്ഷലതാദികളൊക്കെയായി മാറും. സത്വഗുണപ്രധാനിയാണ് വിഷ്ണു, രജോ ഗുണപ്രധാനിയാണ് ബ്രഹ്മാവ്, തമോ ഗുണപ്രധാനിയാണ് മഹാദേവൻ. ഇപ്പം സത്വഗുണം ഏറ്റവും
സാത്വികമായ തലത്തിൽ നിൽക്കുമ്പോൾ അതിനെ സംരക്ഷണമായിട്ട് കണക്കാക്കണു. ജനനം അതൊരാഗ്രഹമാണ്, സൃഷ്ടി. അതുകൊണ്ട് ബ്രഹ്മാവ് രജോ ഗുണാധിക്യമുള്ള ആളാണ്. സംഹാരം തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് അവിടെ മഹാദേവൻ തമോ ഗുണപ്രധാനിയായിട്ടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സത്വഗുണാധിക്യമുള്ള കർമ്മങ്ങൾക്ക് ദേവ ഋഷി യോനികളിൽ പിറക്കാനുള്ള അവസരമായി മാറും. രജോ ഗുണമാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അവിടെ അസുരനായോ മനുഷ്യനായോ. തമോ ഗുണമാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തമോ ഗുണ പ്രാധാന്യമുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അതുകൊണ്ട് നമ്മൾ പിശാചുക്കളോ അല്ലെങ്കിൽ തിര്യഭാവത്തിലുള്ള മരങ്ങളോ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളോ ഒക്കെ ആയിട്ട് മാറും. എന്നിട്ട് പറഞ്ഞു, നൃത്യതോ ഗായത പശ്യൻ യഥൈവാനുകരോതി താൻ ഏവം ബുദ്ധിഗുണാൻ പശ്യന്നനീഹോപ്യനുകാര്യത്തെ. നൃത്യതഃ കളിക്കുന്നവരെയും നൃത്തം വയ്ക്കുന്നവരെയും, ഗായതഃ പാടുന്നവരെയും, പശ്യൻ കാണുന്നവർ, താൻ യഥാ ഏവ അവരെ ഏതു വിധത്തിൽ അനുകരോതി അനുകരിക്കുമോ, ഇത്തരത്തിൽ ബുദ്ധിഗുണാൻ പശ്യൻ ബുദ്ധിഗുണങ്ങളെ കാണുന്ന ആത്മാവ്, ആ പശ്യൻ കാണുന്ന ആത്മാവ് അനീഹ പ്രവർത്തിക്കാത്തവനാണെങ്കിലും അനുകാര്യത്തെ അവിടെ അനുകരിക്കുന്നു എന്നാണ്. അകർത്താവായ ആത്മാവിന് കർമ്മം കൊണ്ട് ഭ്രമം ഉണ്ടാവുന്നത് എങ്ങനെ എന്ന ഒരു സംശയം ഉദ്ധവനിലുണ്ടാകും എന്ന് ഉറപ്പിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്. ഒരു ഉദാഹരണം കേട്ടോളൂ ഉദ്ധവ. കളിക്കുകയോ പാടുകയോ ചെയ്യുക. ഒരാൾ വളരെ ഭംഗിയായിട്ട് നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ ആള് നല്ല രസകരമായിട്ട് പാട്ടൊക്കെ പാടും. ഇതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി ആനന്ദിക്കുന്ന ഒരാൾ പതുക്കെ 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 അയാൾ ചെയ്യുന്നതിനനുസരിച്ച് ഇയാളുടെ മനസ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് കലോത്സവ വേദികളിലൊക്കെ ഒരാൾ നൃത്തം വയ്ക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഉള്ളിൽ അതേ വിചാര വികാരങ്ങൾ ഉണ്ടാവും. അയാളുടെ ചേഷ്ടകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അനുകരിക്കുന്നു. സത്യത്തിൽ നൃത്തം വയ്ക്കുന്നത് ആരാണ്? അത് മറ്റേയാളാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇയാളുടെ കണ്ണിലും ഇയാളുടെ കർമ്മത്തിലുമൊക്കെ ഉണ്ടാകുന്നു. അവിടെ ഉണ്ടാകുന്ന ശൃംഗാരം, ഹാസ്യം, കരുണ, ഇങ്ങനെയുള്ള നവരസങ്ങളുണ്ട്. ഈ നവരസങ്ങൾക്കനുസരിച്ച് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിൽ ഉത്സാഹം ഉണ്ടാവണു, ഹാസ്യം കാണുമ്പോൾ അയാൾ ചിരിക്കണു, അവിടുത്തെ വേദന കാണുമ്പോൾ ദുഃഖം ഉണ്ടാവണു. പാട്ടിനും കളിക്കും അനുസരിച്ച് ഇതേപോലെ താളം പിടിക്കുന്ന ആളുകളുണ്ട്, തലയാട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ ശരീരചേഷ്ടകളൊക്കെ അയാൾ കാണിക്കുന്നത് അതേ പ്രകാരത്തിൽ തന്നെ അനുകരിക്കണു എന്നാണ്. ഇതേപോലെ തന്നെ ഒരു വ്യാപാരവും ചെയ്യാത്ത, ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അകർത്താവായിരിക്കുന്ന, കർത്തൃത്വം ലവലേശമില്ലാത്ത ആത്മാവും ബുദ്ധിവൃത്തിയിൽ പ്രതിഫലിക്കുന്നു എന്നാണ്. ദേഹചേഷ്ടാദികളെ നോക്കി നോക്കി അതൊക്കെ തൻ്റെ ധർമ്മങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കണു, ഭ്രമിക്കണു. അങ്ങനെ ആ ഗുണബന്ധം കൊണ്ട് ശരീരധർമ്മങ്ങളെ അനുസരിച്ച് സന്തോഷവും സന്താപവും ഉണ്ടാകും. കാണപ്പെടുന്ന വസ്തുക്കളും കാണുന്നവനും വെവ്വേറെ തന്നെയാണെങ്കിലും കാണപ്പെടുന്ന വസ്തുവിൻ്റെ ധർമ്മം കാണുന്നവനിൽ പ്രതിഫലിക്കണം. ഇല്ലേ? ഒരാള് മറ്റൊരാളെ അടിക്കുകയാണ്, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തുകയാണ്. അത് കാണുമ്പോൾ നമ്മളൊന്നും ചെയ്യണില്ല, നമ്മളതിൽ ഉത്തരവാദിയല്ല. പക്ഷെ നമ്മളിൽ ഭയം ഉണ്ടാവുന്നു. അതിപ്പോൾ നേരിട്ട് കാണുക പോലും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചലച്ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിലൊരാളെ കൊത്തി കീർണ കണ്ടാൽ അത് കേവലം അഭിനയമാണ് എന്ന് മനസ്സ് എത്ര ഉറപ്പിച്ചാലും ആ അഭിനയത്തിൻ്റെ മിടുക്കുകൊണ്ട് നമ്മളിൽ വല്ലാത്ത വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതേപോലെ നല്ല പോലെ വിനോദിക്കുന്ന ചിലരെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കണു, അല്ലെങ്കിൽ നേരം പോക്കുകൾ പറയണു, പൊട്ടിച്ചിരിക്കണു, നമ്മളൊക്കെ കാണാറുണ്ട് ഇല്ലേ? മൊബൈലിൽ ഇങ്ങനെ നോക്കിയ ആളുകൾ ഉറക്കെ ചിരിക്കുക. സത്യത്തിൽ വേറെ ആരോ ചെയ്യുന്നത് കണ്ടു ചിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇയാളിലും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ
ലോകത്തിൽ ഉള്ള എല്ലാ ആളുകൾക്കും പൊതുവിൽ സന്തോഷമുള്ള ആളുകളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും, ദുഃഖമുള്ള ആളുകളെ കാണുമ്പോഴോ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പരിപക്വമായി തീരും. ആ ഒരു നിലയിലേക്ക് നമ്മളും വല്ലാതെ വിഷമിക്കും. ഇതേപോലെ ആശ്ചര്യ വസ്തുക്കൾ കാണുമ്പോൾ ആശ്ചര്യം ഉണ്ടാവുന്നു. ഇങ്ങനെ കാണപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ ധർമ്മമനുസരിച്ച് കാണുന്ന ആളിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ഇത് മനസ്സിലാക്കുക. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, ഞാൻ നിത്യസാക്ഷിയായിരിക്കുന്ന ആത്മാവ് മാത്രമാണ്, ദേഹങ്ങളാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ബോധ്യത്തിലേക്ക് ഒരാൾ എപ്പോൾ എത്തണോ അയാളുടെ സുഖദുഃഖങ്ങൾ അയാളെ വിട്ടുപോകും, അയാൾ നിത്യാനന്ദത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കും. ഇവിടെ ആത്മാവ് നിത്യസാക്ഷിയാണെന്നും ആ കർത്തൃത്വം ആണ് ആത്മാവിൻ്റെ ലീല അല്ലെങ്കിൽ രീതി എന്നും അറിയാതെ ദേഹത്തിൽ താനെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്, ഈ അറിവില്ലായ്മ കൊണ്ടാണ് സകല ദുഃഖങ്ങളും ഉണ്ടാവുന്നത് എന്നും ഭാഗവതം ഉദ്ധവനിലൂടെ നമുക്ക് ഭഗവാന്റെ വാണികളായി അറിയാൻ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. വിവേകികൾക്ക്, വിവേകി എന്ന് പറയുന്നത് ഈശ്വരനെ അറിഞ്ഞ ആളുകൾക്ക്, ആത്മാവിൻ്റെ ധർമ്മത്തെ, ആത്മാവിൻ്റെ ലക്ഷണത്തെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ഒരിക്കലും സംസാര ദുഃഖം അനുഭവപ്പെടില്ല. അവർ എന്നും ആനന്ദത്തെ അനുഭവിക്കുന്നവരാണ് എന്ന് ഭഗവാൻ ഉദ്ധവന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു ശ്ലോകത്തോടു കൂടി, 52-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 53-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. അതേപോലെ മറ്റന്നാൾ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഒറ്റപ്പാലത്തിനും പാലക്കാടിനും ഇടയിലുള്ള മാങ്കുറിശി എന്ന ഗ്രാമത്തിൽ റോഡരികിലുള്ള ആ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ് എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിച്ചും കൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം.
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.